നമ്മൾ ഈ ബിസിനസിന്റെ ബ്ലഡ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ്. അത് നമ്മൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. കാരണം നമുക്ക് സെയിൽസ് ടേൺ ഓവർ ആണ്, അതിന്റെ വരുമാനമാണ് നമുക്ക് കിട്ടുക. അപ്പൊ നമുക്കത് കൊടുക്കണം നിർബന്ധമായിട്ടും. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് എടുക്കുന്ന ആൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് വരാനുള്ള ഒരു മാർഗവും കൂടിയാണിത്. അതേപോലെ തന്നെ ഇതില് ഈ സൂമില് ഇരുന്നു കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുമ്പോൾ അതിലും ഒരു കോൺഫിഡൻസ് വേറെ വരാനുണ്ട്. കാരണം അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഡെവലപ്പ് ഉണ്ടാവുക. ഇപ്പൊ തന്നെ ഇതിലിരിക്കുന്ന MC നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് അവർക്കൊരു കഴിവ് കൂട്ടാനുള്ള ഒരു അവസരമാണ്. ഓരോ കാര്യങ്ങളും നമ്മളെ ലീഡേഴ്സ് നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളും അത് ഏറ്റെടുത്തിട്ട് പുറകോട്ട് പോവാതെ അത് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ ലീഡേഴ്സ് ലെവലിലേക്ക് വളരാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ലേഡീസിനോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, സാർ എന്ത് കാര്യമാണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ വളരെ പെട്ടെന്ന് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് 4.5 വർഷമായി. 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഈ ബിസിനസ്സിൽ ഇപ്പം ഞാൻ നിൽക്കുന്നതിന്റെ മുൻപേ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന ആളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം കേൾക്കുന്നത് ഞാൻ ട്രാവൽസിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. ട്രാവൽസിൽ ജോലി ചെയ്യുന്നതിന് മുൻപേ ഞാൻ 7 വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ വരുമാനം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ അതിയായ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഹസ്ബൻഡ് കൂലിപ്പണിക്കാരനാണ്, 3 ആൺമക്കളാണ്, സാധാരണ ലെവലിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ അടുത്ത് ക്യാഷ് തരാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ സമയത്ത് നമ്മൾക്കൊരു വരുമാനം, എനിക്കൊരു വരുമാനം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പല മേഖലകളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനൊരു നമ്മളെ നഴ്സറിയിൽ ഒരു ആയിട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടി. കാരണം അവിടുത്തെ കുറച്ച് ദിവസം ലീവ് എടുത്ത സമയത്ത് അവിടേക്ക് പോയതാ. അങ്ങനെ പോയ സമയത്ത് അവിടെ ഒരു സാറ് വരികയും പ്രീ പ്രൈമറി TTC പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരികയും ചെയ്തു. അങ്ങനെ അവിടുന്ന് 3ാമത്തെ മകനെ സ്കൂളിൽ ചേർത്തതിന് ശേഷമായിരുന്നു ഞാൻ പഠിക്കാൻ പോയത്. അങ്ങനെ പഠിക്കാൻ പോയി 1 വർഷം കൊണ്ട് പഠിച്ചു. ഞങ്ങളെ നാട്ടിൽ തന്നെ സ്കൂൾ ഇട്ടു. 7 വർഷം അവിടെ ടീച്ചറായിട്ട് ജോലി ചെയ്തു. അന്ന് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് 1500 രൂപയായിരുന്നു ഇവർ സാലറി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ സാലറി 4500 രൂപയായിരുന്നു. ആ സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ നമ്മൾക്ക് രാവിലെ മാറ്റി പോവാ എന്നല്ലാതെ നമ്മളെ ലൈഫിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അതിൽ DTP ഒക്കെ പഠിച്ചു. മലയാളം ഇംഗ്ലീഷൊക്കെ ടൈപ്പിംഗ് അതിലുണ്ട്. അങ്ങനെ ഞാൻ ട്രാവൽസിൽ ജോലിക്ക് കയറി. അവിടെ സാലറി എനിക്ക് 7000 രൂപയായിരുന്നു. ആ 7000 രൂപയ്ക്ക് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ആദ്യമായിട്ട് ഈ ബിസിനസ് അവസരം ഷാഹിർ സാറും ബിജു സാറും എനിക്ക് പറഞ്ഞു തരുന്നത്. അന്ന് ഞാൻ ട്രാവൽസിലില്ല. അവർ വന്ന സമയത്ത് ഞാൻ പുറത്ത് പോയതായിരുന്നു. അപ്പൊ ബിജു സാർ എന്നെ വിളിച്ചു, മേഡം എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഒരാൾ എന്നെ മേഡം എന്ന് വിളിക്കാൻ, ഇനിയിപ്പോ ട്രാവൽസിലായതുകൊണ്ട് ആരെങ്കിലും ടിക്കറ്റ് എടുക്കാൻ വന്നതായിരിക്കും എന്നാ വിചാരിച്ചത്. ഞാൻ പുറത്ത് പോയതാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എപ്പോഴാ വരിക മേഡം, വന്നിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ ട്രാവൽസിലെത്തി, തിരിച്ചു വിളിച്ചു. ആ സമയത്ത് അവര് പുറത്ത് തന്നെ എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെൻ്റെ അടുത്ത് വന്നു. വളരെ കറക്റ്റ് ആയിട്ട് ബിജു സാർ ഈ ബിസിനസ് അവസരം പറഞ്ഞു തന്നു. ഇതിന്റെ മുൻപ് ഞാനൊരു നെറ്റ്വർക്ക് കേട്ടിട്ടില്ല, ഒരു ഡയറക്ട് സെല്ലിങ്ങോ അതിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേട്ട സമയത്ത് എനിക്ക് തെറ്റിദ്ധാരണകളൊന്നുമില്ല. കാരണം ഞാൻ പറ്റിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ ഞാൻ ഇവരടുത്ത് ചോദിച്ചത്, ഈ പ്രൊഡക്റ്റ് ഒക്കെ ആളുകൾ വാങ്ങിക്കോ? അപ്പൊ വാങ്ങിക്കും മാഡം, ഒരു പേസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 രൂപ ലാഭവും കിട്ടും. അങ്ങനെ പറഞ്ഞ സമയത്താണ്, അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് GTS മാഡം ഒന്ന് വരണം, ജസ്റ്റ് ഒന്ന് വന്ന് കേൾക്കണം. കാരണം നമ്മൾ ആദ്യമായിട്ട് 1 to 1 കൊടുക്കുന്ന ഒരാളോട് രണ്ടാമത് പറയുന്ന കാര്യം എന്താണ്, നിങ്ങൾ GTS ഒന്ന് വന്ന് കേൾക്കണം.
അതിലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അറിയാൻ സാധിക്കും എന്നാണ് നമ്മൾ പറയാം. അങ്ങനെ സാർ എൻ്റെ അടുത്തും പറഞ്ഞു. ഞാൻ എൻ്റെ ആങ്ങളന്റെ മകനെയും കൂട്ടിയിട്ട് കോഴിക്കോട് GTS കേൾക്കാൻ വേണ്ടിട്ട് പോയി. സ്റ്റാർട്ടിങ് ഫസ്റ്റിൽ ഇത് കേട്ട സമയത്ത് സത്യം പറയാലോ എനിക്ക് അപ്പോഴും കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ BV ബിസിനസ് ഓർഗ് 1, 2 ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു. ഈ ബിസിനസ് കേട്ട സമയത്ത് ഞാൻ ആദ്യം ചെയ്തത്, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, എൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു കട്ട ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവളുടെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനും ഉണ്ടടാ, ഞാനും കൂടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ 20,000 രൂപന്റെ പ്രൊഡക്റ്റ് ആദ്യം എടുത്തു. അവളെ കൈച്ചേനും എൻ്റെ മോതിരവും പണയം വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ പ്രൊഡക്റ്റ് എടുത്തത്. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്തു, ആളുകളിലേക്ക് കൊടുക്കാൻ തുടങ്ങി. നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും ആര് ബിസിനസ് പറയുകയാണെങ്കിലും വേറൊരാളെ താഴെയാണ് നമുക്ക് ഐഡിയ ഉണ്ടാവുക. ആ വ്യക്തിയായിരിക്കും നമ്മളെ ലീഡർ ആയിട്ട് വരിക. അങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഹക്കീം എന്ന് പറയുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ താഴെയായിരുന്നു എന്നെ ഐഡിയ അടിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഈ ഹക്കീം രാത്രി എന്നെ വിളിച്ചിട്ട് പറയാണ്, മാഡം നമുക്ക് ഇതിലൊന്നും നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവും തോന്നുന്നില്ല. പുതിയൊരു ബിസിനസ് വന്നിട്ടുണ്ട്, ഡയമണ്ട് എന്നാണ് അതിന്റെ പേര്. സോപ്പ് പൊടി അങ്ങനെയുള്ള കുറെ പ്രൊഡക്റ്റുകളാണ് അതിലുള്ളത്. തുടങ്ങിയിട്ടേ ഉള്ളൂ കമ്പനി. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമ്മൾ അതിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെല്ലിസാറെ പോലെ ആകാം. ഓക്കെ, അതുകൊണ്ട് മാഡം എന്ത് ചെയ്യും, ഇത് വിട്ടിട്ട് അതിലേക്ക് വരാൻ പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചടയ്ക്ക എന്ന് പറയല്ലേ, നമുക്കൊരു വെറുത്ത് പോലെ. കാരണം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് നമ്മളെ ലീഡർ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തായിരിക്കും ഒരു അവസ്ഥ. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നീ ഏതായാലും പോയിട്ട് ബെല്ലിസാറായിട്ട് വാ, എന്നിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സമയത്ത് ഈ ബിസിനസ് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളൊക്കെ കൊടുത്തു. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ഇതിലിരിക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കും, നമുക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. തുടക്കത്തിൽ നമുക്ക് വലിയ സീരിയസ് ഒന്നും അറിയില്ല, കാരണം വരുമാനം കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് എടുക്കും, എന്നിട്ട് കുറച്ച് ആളുകൾക്ക് ഒരു പേസ്റ്റോ സോപ്പോ അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ ക്യാഷ് വാങ്ങിക്കൊള്ളണമെന്നില്ല, അവര് തരും എന്നാ പറയാ. അങ്ങനെ നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ക്യാഷ് ചിലപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകുന്ന സമയത്തായിരിക്കും നമുക്കത് കിട്ടുക. ആ ക്യാഷ് നമ്മൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും വാങ്ങിയിട്ട് തിരിച്ചു വരും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, ഈ ക്യാഷ് മുഴുവനും നമ്മളെ അടുത്തുനിന്ന് പല വഴിക്കായിട്ട് തിരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മളെ കയ്യിൽ പ്രൊഡക്റ്റും ഉണ്ടാവില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ബിസിനസ് എന്താണ്, ഫെയിൽ ആയിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞു തരുന്നത്. ആ സമയത്ത് ഞാൻ ചിന്തിച്ച കാര്യം, ഈ ബിസിനസ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം ഇപ്പൊ പ്രൊഡക്റ്റും ഇല്ല, ക്യാഷും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ബിസിനസ് അവിടെ നിർത്തി വെച്ചു എന്നുള്ളതാണ്. എനിക്ക് ഇതിലിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു പേസ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിന്റെ ലാഭം നിങ്ങൾ എടുക്കുക, അതിന്റെ മുതൽ നിങ്ങൾ എവിടെങ്കിലും സൂക്ഷിച്ചു വെക്കുക, എന്നിട്ട് അത് റീപർച്ചേസ് ചെയ്യുക. അല്ലാതെ നമ്മൾ മീനും കപ്പയും വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബിസിനസ് എന്തായി, ഫ്ലോപ്പ് ആയി പോകും. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നീട് നമ്മുടെ ലീഡേഴ്സ് പ്രൊഡക്റ്റ് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനാണ്. കാരണം കൈ ക്യാഷ് ഇല്ല, ആദ്യം എടുത്ത ക്യാഷും ഇല്ല. പിന്നെ രണ്ടാമത് എടുക്കാൻ പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് പുറകോട്ട് അടിച്ചിട്ട് നമ്മൾ ഈ ബിസിനസ്സിനെ ഔട്ടായി പോകും. അങ്ങനെ ഉണ്ടാവരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണ് ആർക്കാണ് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ മുതൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഒരു ആഴ്ചയിൽ ഒരു 5,000 രൂപന്റെ റീപർച്ചേസ് നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും എടുത്തിരിക്കണം. ഇതാണ് ഈ ബിസിനസിന്റെ മുന്നോട്ട് നിങ്ങൾക്ക് വെക്കാനുള്ള ഒരു പാത. എല്ലാ ആഴ്ചയും 5,000 റീപർച്ചേസ് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെ ടീം എന്നല്ല, നിങ്ങൾ ഓരോ വ്യക്തികൾ എന്ത് ചെയ്യണം, 5,000 എങ്കിലും ആര്, ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, പുതിയ ആളുകളല്ല. പുതിയ ആളുകൾ നമ്മൾ ഹോം ഷോപ്പിയായിട്ട് നമ്മൾ അവർക്ക് ലിസ്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുക. പക്ഷെ തുടങ്ങിയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്, എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ 5,000 ക്ലോസിംഗ് ഉണ്ടായിരിക്കണം നിങ്ങളത്. അങ്ങനെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാനും നിങ്ങളെ ടീമിലുള്ള ആളുകളെ ചെയ്യിക്കാനും നിങ്ങൾക്ക് പറ്റിയാൽ അവിടെ മുതൽ നിങ്ങൾ വിജയിക്കും, യാതൊരു സംശയ കാര്യത്തിലില്ല. അങ്ങനെ നിർത്തിവെച്ച ആളാണ് ഞാൻ. ബിസിനസ് നിർത്തിവെച്ചു 1.5 വർഷം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 1.5 വർഷം ഞാൻ ബിസിനസ് നിർത്തിവെച്ചു. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫോളോ അപ്പ്. നമ്മുടെ ഷായർ സാറ് കറക്റ്റ് ആയിട്ട് ഇടക്കിടക്ക് ഞാൻ അവിടുന്ന് ട്രാവൽസ് നിന്ന് മാറി പിന്നെ പാർട്ട്നേഴ്സ് ആയിട്ട് ഒരു ഷോപ്പ് ഇട്ടു.
ആ ഷോപ്പിൽ ഞാൻ വർക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഷായർ സാറ് ബിൽ സാറും ഇടക്കിടക്ക് എൻ്റെ ഷോപ്പിൽ വരും. സത്യം നിങ്ങളടുത്ത് പറയട്ടെ, ഇവന്മാരെ കാണുമ്പോൾ തന്നെ എനിക്ക് ഉള്ളിലൊരു കലിപ്പായിരുന്നു. കാരണം എൻ്റെ ക്യാഷും പോയി, ഞാനാണെങ്കിൽ ഈ കൈച്ചെയിനൊക്കെ എന്ത് ചെയ്തു, പിന്നീട് തിരുമറി ചെയ്ത് എടുത്തു കൊടുത്തതാ. എന്റെ ക്യാഷും പോയി, പ്രൊഡക്റ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവരെ നോക്കും. എന്റെ നോട്ടത്തിൽ തന്നെ ബിസാറിന് അറിയാം ഞാൻ കലിപ്പിലാണ് നോക്കുന്നത് എന്നുള്ളത്. ബിസാർ ഇപ്പൊ അതെടുത്ത് ഇടയ്ക്കൊക്കെ എടുത്ത് പറയും, എന്റെ റെജിന മേഡം അന്ന് നിങ്ങൾ നോക്കിയ നോട്ടം എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഞാൻ ഇവരെ നോക്കുന്നത്, ഞാൻ വിചാരിക്കും ഇപ്പന്മാർക്ക് ഒരു പണിയുമില്ലേ. കാരണം ഞാൻ ലാപ്പില് സിനിമയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ്, കാരണം ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ ഷോപ്പില്, സിനിമയൊക്കെ കണ്ടോണ്ടിരിക്കുന്ന നല്ല സമയത്തായിരിക്കും ഇവന്മാര് കയറി വരിക. അങ്ങനെ ഈ ബിസാർ ഷാജ് സാറും വന്നിട്ട് എന്നോട് പറയും, ബിസിനസ് തുടങ്ങണ്ടേ, സ്റ്റാർട്ട് ചെയ്യാൻ പറയാം, സ്റ്റാർട്ട് ചെയ്യണോ, കുഴപ്പമൊന്നുമില്ല. കാരണം അവരുടെ അടുത്ത് നമുക്ക് മറുത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉള്ളിലുണ്ടെങ്കിലും ആ ദേഷ്യം പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഷാജ് സാർ പറയും, കുറച്ച് പ്രൊഡക്റ്റ് ഇവിടെ വെക്കും മാഡം, എന്താണെങ്കിലും ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങൂലേ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ 10,000-2,000 റുപ്യന്റെ പ്രൊഡക്റ്റ് വേണേ ഇവിടെ വെച്ചോളൂ, നമ്മൾ ബെസ്റ്റും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും കൊടുക്കുക. കാരണം വളരെ സിമ്പിൾ ആയിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ആ ബിസിനസിന്റെ മൈൻഡ് അങ്ങ് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, ആയിക്കോട്ടെ, 10,000-2,000 രൂപന്റെ പ്രൊഡക്റ്റ് ഇവിടെ വെച്ചോ. ഇന്ന് 2,000 രൂപന്റെ പ്രൊഡക്റ്റ് എടുക്കാൻ ഞാൻ ആരോടെങ്കിലും പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ അത്രയും ലാഘവത്തോടെ ഞാൻ ആ കാര്യം എന്ത് ചെയ്ത് പറഞ്ഞു. അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റ് കൊണ്ടുപോയി വെച്ച സമയത്ത് ആളുകൾ വാങ്ങുന്നൊക്കെ ഉണ്ട്, പക്ഷെ ബിസിനസ്സിലേക്ക് വരാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഒഴിവായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഷാജ് സാർ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, റജിന മാഡം ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലിരിക്കുക, ഫ്രീ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കൊടുവള്ളിയുള്ള ഒരു ടീം വന്നിട്ടുണ്ട്, ബിസിനസ്സിൽ നല്ല ടീമാണ്, ഗൾഫുകാരാണ്. അവര് വട്ടോളി ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട്, അവിടേക്ക് മാഡം വരുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഞാൻ വരാം, സ്റ്റാഫ് ആയിട്ടാണെങ്കിൽ വരാം, പക്ഷെ സാലറി എത്ര തരും? അതാ ഞാൻ ചോദിച്ചത്, സാലറി എത്ര തരും? അപ്പൊ പറഞ്ഞു, ഒരു 7,000 റുപ്യ എന്താണെങ്കിലും തരും. 7,000 റുപ്യക്ക് ഞാൻ ഇവിടുന്ന് അവിടം വരെ വണ്ടി ഓടിച്ച് പോണ്ടേ, അപ്പൊ എനിക്കത് ഒക്കൂല. ഏതായാലും നിങ്ങളൊന്ന് വന്ന് നോക്ക്, അവരുമായിട്ട് സംസാരിക്കുക, എന്നിട്ട് അവരെന്തെങ്കിലും കൂട്ടി തരുവാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുവള്ളി, ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് ആദ്യമായിട്ട് അയ്യൂബ് സാറെ കാണാൻ വേണ്ടിയിട്ട് കൊടുവള്ളിക്ക് പോകുന്നത്. അവിടെ ഇരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു, നാളെ ഏതായാലും മാഡം അവിടേക്ക് വരൂ, ഷോപ്പിലേക്ക് വരൂ, നമുക്ക് അവിടുന്ന് സംസാരിക്കാം. ഐഡിയ അടിക്കുന്ന യാതൊരു കാര്യമില്ല കേട്ടോ, ഐഡിയ അടിക്കൂല, ഞാൻ ഉറപ്പിച്ചിട്ടാ പോകുന്നത്. അങ്ങനെ വട്ടോളി സ്റ്റോറിലെത്തി, നിറയെ പ്രൊഡക്റ്റുകൾ, ഒരു സ്റ്റോർ നിറയെ പ്രൊഡക്റ്റ്. എനിക്കാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യൂബ് സാറ്, പിന്നെ നമ്മൾ പരിചയമാവുമല്ലോ, ഷോപ്പിൽ എത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പരിചയമൊക്കെ. അയ്യൂബ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം നിങ്ങൾ അന്ന് ചെയ്ത പോലെ അല്ല, ഇത് നമ്മൾക്ക് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും, നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അയ്യൂബ് സാർ നിർബന്ധത്തിനാണ് ഞാൻ എന്ത് ചെയ്തത്, ഐഡിയ അടിച്ചത്. സാറ് പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ സ്റ്റോറിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് ഇല്ലേ, നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്താൽ പോരെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത. അങ്ങനെയാണ് ഞാൻ രണ്ടാമത് ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കടന്നു വന്നിട്ട് പോലും എനിക്ക് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എനിക്ക് അത്രയും അറിയുന്ന ആളായിട്ട് പോലും ഈ ബിസിനസ് ആയിട്ട് ഒരാളിലേക്ക് എത്തിക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് തുടക്കത്തില്. അത് ഞാൻ മാത്രമല്ല, ഈ മുന്നിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളും, നമ്മുടെ സുബ്രഹ്മണ്യ സാറ് പറയട്ടെ, കഷ്ടപ്പാടുണ്ടായിട്ടില്ല എന്ന്, എല്ലാവർക്കും ഉണ്ടാവും. ഇതിൽ വന്നിരുന്ന് നിങ്ങളോട് പറയുന്ന എല്ലാ ലീഡേഴ്സിനും എന്തുണ്ടാവും, തുടക്കത്തില് ആ ഒരു ട്രാക്കിൽ കയറുന്നവരെ നല്ല കഷ്ടപ്പാടുണ്ടാവും. നമ്മൾ കഷ്ടപ്പെടാതെ ഒരാളും വിജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. നമ്മളെ മുന്നിലുള്ള ഒരുപാട് ലീഡേഴ്സ്, ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം പ്രശ്നങ്ങൾ, എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ പറഞ്ഞു. കാരണം ആളുകളിലേക്ക് പറയുന്ന സമയത്ത്, നീ ഇത് ആദ്യം തുടങ്ങി വെച്ചല്ലായിരുന്നു, ഇപ്പൊ പിന്നെയും വന്നോ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അങ്ങനെ ബിസിനസ് പതുക്കെ നടക്കുന്നുണ്ട്, ആളുകളിലേക്ക് ഇങ്ങനെ പതുക്കെ എത്തുന്നുണ്ട്, പക്ഷെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ എന്തില്ല, ഇതില് കിട്ടുന്നില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ ഒരു എന്താ പറയാ, ഏറ്റവും അടുത്ത ഫ്രണ്ട് ആയിട്ടുള്ള വേറൊരു ഹസീന മേഡം ഉണ്ടായിരുന്നു, അവളെ കെയറൊക്കെ കൂടെ റുക്കിയ മേഡം ഈ ബിസിനസ്സിലേക്ക് വന്നതും, റുക്കിയ മേഡം എന്ത് ചെയ്തു, ഐഡിയ ഒക്കെ അടിച്ചിട്ടു, കുറച്ച് പ്രൊഡക്റ്റും എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ബിസിനസ് ചെയ്തില്ല. അങ്ങനെ അവരും അവിടെ നിന്നു. വരാൻ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ പ്രവർത്തിക്കാൻ ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഇതൊന്നും നടക്കൂല, നമ്മൾ ആലോചിക്കണം കേട്ടോ, ഇതൊന്നും നടക്കൂല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. കാരണം എനിക്ക് അത്യാവശ്യം ചെറിയ വരുമാനങ്ങളൊക്കെ വേണം, രാവിലെ പെട്രോൾ അടിച്ച് വട്ടോളി പോകണമെങ്കിൽ ക്യാഷ് വേണം.
അങ്ങനെ ചിന്തിക്കുന്ന സമയത്താണ് നമ്മളെ ഈ അയ്യൂബ് സാറൊക്കെ താമരശ്ശേരിയിലേക്ക് ഷോപ്പ് മാറ്റുന്നത്. അങ്ങനെ താമരശ്ശേരിയിലേക്ക് ഷോപ്പ് മാറ്റി ആ സമയത്ത് കൊറോണ വന്നു. കൊറോണ സമയത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ടിൽ ഒരു ഡെലിവറിക്ക് എൻ്റെ ഒരു ഫോൺ കവർ ഓർഡർ ചെയ്ത സമയത്ത് ഒരു പെണ്ണ് ലേഡിയാണ് കവർ കൊണ്ടുതന്നത്. ഞാൻ ലേഡിനോട് ചോദിച്ചു, അല്ല ഫ്ലിപ്കാർട്ടിലൊക്കെ ഡെലിവറിക്ക് ലേഡീസിന് എടുക്കുന്നുണ്ടോ? ആ ഉണ്ട് തന്നെ. എന്നാ ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങോട്ട് വന്നാലോ? നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം നമ്മൾക്ക് തുടക്കത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വരുമാനം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ ചിന്തിച്ചു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാ. അങ്ങനെ ഞാൻ 2 മാസം ഫ്ലിപ്കാർട്ടിൽ ഡെലിവറിക്ക് പോയി. അങ്ങനെ പോയ സമയത്താണ് ശരിക്കും എനിക്ക് മനസ്സിലായത് ഈ ബിസിനസ് ചെയ്യുന്ന അല്ലെ അത് കൊടുക്കുന്ന അത്രത്തോളം പ്രശ്നങ്ങൾ ഈ ബിസിനസ് ചെയ്യാനില്ല എന്നുള്ളത്. കാരണം ഓരോ കാര്യങ്ങളും അല്ലെ ഓരോ ജോലിയും നമ്മൾ ചെയ്യുന്ന സമയത്താണ് ഇപ്പൊ നമ്മളെ കൈ കിട്ടിയിട്ടുള്ള ഈ ബിസിനസ് അവസരത്തിന്റെ മഹത്വം മനസ്സിലാവുന്നത്. അങ്ങനെ 2 മാസം അവിടെ പോയി ഇതൊക്കെ എന്താ പറയാ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ആ സമയത്ത് നമ്മളൊരു LTP പ്രോഗ്രാം ഉണ്ടായിരുന്നു വയനാട്ടില്. അപ്പോ അയ്യൂബ് സാർ എന്നോട് പറഞ്ഞു, പക്ഷെ ബിസിനസ് ഉണ്ട് കേട്ടോ, പറ്റ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. അയ്യൂബ് സാറിന്റെ അടുത്ത് പറഞ്ഞു, മേഡം ട്രെയിനിങ് ഉണ്ട്, 5000 രൂപയാണ് അതിന്റെ ഫീസ്, നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. ഞാൻ അയ്യൂബ് സാറോട് പറഞ്ഞു, സാറേ എന്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എന്താ ചെയ്യാന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, എവിടെന്നെങ്കിലും കടം വാങ്ങണം, വായ്പ വാങ്ങണം. അത് സത്യം പറഞ്ഞാൽ അന്ന് ചിലപ്പോ സാറിന്റെ കയ്യിൽ എനിക്ക് തരാൻ ക്യാഷ് ഉണ്ടാവാം, പക്ഷെ സാറ് തന്നില്ല. എന്തുകൊണ്ട്? സാറ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് ഇത് കേട്ടോളണമെന്നില്ല. പക്ഷെ ഞാൻ തന്നെ റിസ്ക് എടുത്ത് വേറൊരാളെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിയിട്ടാണ് പോകുന്നതെങ്കിലും ഞാൻ അത് ആ സീരിയസ്നെസ്സിൽ എന്ത് ചെയ്യും, ഈ ബിസിനസ് കേൾക്കും, കറക്റ്റ് ആയിട്ട് അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അതുകൊണ്ടായിരിക്കും സാർ അന്ന് എന്നോട് അങ്ങനെ ചെയ്തത്. നമ്മളെ ലീഡേഴ്സ് നമ്മളോട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കേണ്ട അവർക്ക് നമ്മളോട് ഇഷ്ടമില്ലായിട്ടാണെന്ന് അല്ല, അവര് നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, അവര് ചെയ്തു തരിക. അപ്പൊ ആ LTP ട്രെയിനിങ്ങിലാണ് ശരിക്കും എന്റെ ബോധം തെളിച്ചത് തന്നെ പറയാം. അവിടെ വന്ന് സംസാരിക്കുന്ന ഓരോ ലീഡേഴ്സിനും, ഷബീർ എന്ന് പറഞ്ഞാൽ അത് ഓണാക്കിയിട്ടുണ്ട് കേട്ടോ, മ്യൂട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ ചെന്ന സമയത്ത് നമ്മൾ ഇപ്പൊ കാണുന്ന ഓരോ ലീഡേഴ്സും, ITC ആയിക്കോട്ടെ CTC ആയിക്കോട്ടെ, ഇപ്പൊ കാണുന്ന ഓരോ ലീഡേഴ്സും അവര് എടുത്ത കഷ്ടപ്പാടുകൾ പറഞ്ഞ സമയത്ത് ഞാൻ ചിന്തിക്കുക, എനിക്ക് എന്ത് കഷ്ടപ്പാട്? ഒന്നുമില്ല. കഷ്ടപ്പാടില്ലാത്തതാണ് നമ്മളെ പ്രശ്നം, പ്രശ്നമില്ലാത്തതാണ് നമ്മളെ പ്രശ്നം എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ആഴ്ച നമുക്ക് കോഴിക്കോട് വന്നിട്ടുള്ള പ്രസാദ് സാറല്ലേ, പ്രസാദ് സാറിന്റെ എക്സ്പീരിയൻസ് കേട്ട സമയത്താണ് ഞാനൊക്കെ ചിന്തിക്കുന്നത് ആ മനുഷ്യനൊക്കെ എപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം ഒരു ലാസ്റ്റ് ബസ് കിട്ടിയ സമയത്ത്, ഈ ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് നമ്മളെ മൈലേഫ്, അതുവരെ കാര്യമായിട്ട് ഒന്നും എന്ത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലാസ്റ്റ് ബസ്സാണെന്ന് വിചാരിച്ചിട്ട് ഇതിനു വേണ്ടിയിട്ട് രാവും പകലും കഷ്ടപ്പെട്ട് അദ്ദേഹം ഓടിയ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ നേട്ടങ്ങൾ, അത് അദ്ദേഹം പറയുന്ന ആ ഒരു ആവേശം, ഒന്നും കിട്ടാത്ത ആളുകൾ ആവേശത്തോട് ഒരു കാര്യവും പറയില്ല, പറയോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആവേശം എന്റെ മൈൻഡിൽ ഉണ്ടാക്കിയ മാറ്റം ചില്ലറയല്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ലീഡേഴ്സ് ഏത് ട്രെയിനിങ്ങിന് നിങ്ങളെ വിളിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നിങ്ങൾ പോകണം. കാരണം ചിലപ്പോൾ നമ്മളെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു വ്യക്തി അതിലുണ്ടാവും. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുന്ന ഒരാള്, ഒരു കാര്യമെങ്കിലും നിങ്ങൾക്ക് ഓരോ ട്രെയിനിങ്ങിലും നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്താണ് ഞാൻ തീരുമാനിച്ചത്, ഇത് ഞാൻ ഇങ്ങനെ ചെയ്താൽ പോരാ, ഞാൻ ഇത് സീരിയസ് ആയിട്ട് ചെയ്യണം. കാരണം എൻ്റെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് ഞാൻ തന്നെ തീരുമാനിക്കണം. എനിക്ക് ആരും ഒരു കാര്യവും കൊണ്ടുതരുമോ? ആരെങ്കിലും കൊണ്ടുതരുമോ? എൻ്റെ ലൈഫിൽ എൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആരുണ്ട്? ആരും ഉണ്ടാവില്ല. ഞാൻ മാറണമെങ്കിൽ, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ എനിക്ക് തിരിച്ചറിവ് ഉണ്ടാവണമെന്ന് ഞാൻ മനസ്സിലാക്കി തിരിച്ചു വന്നു. പിന്നീട് അങ്ങോട്ടുള്ള എൻ്റെ യാത്രകൾ വളരെ ഫാസ്റ്റ് ആയിരുന്നു എന്നറിയാം. ഈ 4.5 വർഷത്തിനുള്ളിൽ ഞാൻ 1 കോടി മാച്ച് ചെയ്തു കഴിഞ്ഞു. എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ 1.5 വർഷമായിട്ടുണ്ട് ഞാൻ TC റാങ്ക് ആവാൻ. TC റാങ്കിൽ ഞാൻ എത്താൻ 1.5 വർഷമായിട്ടുണ്ടെങ്കിൽ ഇന്ന് 1 കോടി മാച്ച് ചെയ്യാൻ എനിക്ക് അതിന്റെ ബാലൻസ് ആയിട്ടുള്ള 3.5 വർഷമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് രീതിയിലാണ് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ് ഡെവലപ്പ് ഉണ്ടാവും.
അല്ലാതെ ഒരിക്കലും മൈ ലൈഫിൽ നിങ്ങൾ ആര് കയറി നിന്നിട്ട് രക്ഷപ്പെടുന്നുള്ള ഒരു ആഗ്രഹവും നിങ്ങൾക്ക് വേണ്ട. പ്രവർത്തിക്കാതെ രക്ഷപ്പെട്ട ഒരാളും ഈ ബിസിനസ്സിലില്ല. അതുകൊണ്ട് ഇതിലിരിക്കുന്ന ഓരോ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി പോവുക? നിങ്ങൾ നേരത്തെ എണീക്കും, മുഴുവൻ പണികളും ചെയ്യും, എല്ലാ കാര്യങ്ങളും. ഇനി പ്രായമുള്ള ആള് വരെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച് പോവും നിങ്ങൾ. കാരണം നിങ്ങൾക്കൊരു സർക്കാർ ജോലിയാണ് കിട്ടിയിട്ടുള്ളെങ്കിൽ. പക്ഷെ മൈ ലൈഫിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു സാമട്ട, പോയാ പോയി, വന്നാ വന്ന്, കിട്ടിയാ കിട്ടി, ആ ഒരു മൈൻഡിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ രക്ഷപ്പെടൂല. അതേസമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ജോലിയാണെന്നും ഇതിനേക്കാളും കൂടുതൽ ഒരു വരുമാനം ഇവിടുന്ന് കിട്ടാനില്ല എന്നും നിങ്ങൾക്ക് ഉള്ളിൽ ഒരു ഉത്തമ ബോധ്യം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വർഷങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. നിങ്ങൾക്ക് എന്തും വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഇവിടെ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയ ആളുണ്ട്, 1 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ആളുണ്ട്, 5 വർഷം കൊണ്ട് ഉണ്ടാക്കിയ, 10 വർഷം കൊണ്ട് എന്നും കിട്ടും. നമ്മൾക്ക് കിട്ടാതിരിക്കില്ല. നമ്മൾ 10 വർഷം ഇതിലുണ്ടെങ്കിലും നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് അതുകൊണ്ടുള്ള നേട്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് 5000 10,000 ഒക്കെ നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 10 കൊല്ലം കൊണ്ട് നമ്മൾ ഇങ്ങനെ വാങ്ങിയെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ ഈ ഒരു ഞാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റാർട്ടിങ് പറഞ്ഞു, 7 വർഷം ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തപ്പം 1500-ന്ന് 4500-ലേക്കായിരുന്നു എന്റെ യാത്ര. 7 വർഷം. ഇവിടെയാണ് 4.5 വർഷം കൊണ്ട് 12 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം വാങ്ങാൻ എനിക്ക് സാധിച്ചത്. അത് ഈ ഒരു ബിസിനസ്സിലല്ല എങ്കിൽ എവിടുന്ന് കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഒരാളെ താഴെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആര് തരും ഇത് സാലറി? നിങ്ങളൊരു 10 അല്ല 15 അല്ല 50 വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും കൂടി പോയാൽ നിങ്ങൾ അന്ന് സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു 10,000 രൂപ നിങ്ങൾക്ക് അധികം കിട്ടുമായിരിക്കും. നിങ്ങളെ കഴിവും നിങ്ങളെ സമയവും എല്ലാം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഇവിടെ ചെയ്യേണ്ടതും അത് തന്നെയാ. നിങ്ങളെ കഴിവ്, നിങ്ങളെ ടൈം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ഇത് തന്നെ ഇവിടെയും ചെയ്യേണ്ടുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ ലക്ഷ്യമില്ലാത്ത അമ്പെയ്ത്താണോ നിങ്ങളെ മുന്നിലുള്ളത്? അങ്ങനെയാണെങ്കിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തില്ല. നല്ല വഴി ആര് വെട്ടിവെച്ചിട്ടുണ്ട്? നമ്മൾ ലീഡേഴ്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് വെട്ടിവെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ എങ്ങനെ പോകണമെന്ന് കറക്റ്റായിട്ട് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ വഴിയിലൂടെ പോവാതെ നമ്മൾ ഇഷ്ടപ്പെട്ട വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ച വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ അതിനെന്ത് ചെയ്യും? ടൈം എടുക്കും. ആ ടൈം എടുക്കുമ്പോൾ നമ്മൾ അച്ചീവ്മെന്റ് കുറയും. അച്ചീവ്മെന്റ് കുറയ്ക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതിലിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജോലിയായിട്ട് നിങ്ങൾ ഇത് ഏറ്റെടുക്കുക. പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഫുൾ ടൈമർ ആയിട്ട് നിങ്ങൾ ഇതിൽ നിൽക്കുക. എല്ലാം ഒഴിവാക്കുക. ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം ആയിട്ട് ഇതിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു നോക്കൂ. 1-2 മാസം മാത്രമേ നിങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാവുള്ളൂ. കാരണം ഒരു ടീം സെറ്റായി വന്നാൽ അവരെ കൂടെ നിങ്ങൾ വർക്ക് ചെയ്താൽ ഓരോ ആഴ്ചയിലും ഇത്ര പർച്ചേസിന്റെ ഓർക്ക് 1-ന്നും 2-ന്നും കയറണം എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഇത് രാവിലെ എണീറ്റിട്ട് ഇന്നിപ്പോ ഞാൻ എന്താ ചെയ്യാ, ഞാനിപ്പോ ഇന്ന് അങ്ങോട്ടാ പോവുക, ആരോടാ പറയാ, ആ പരിപാടിയാണെങ്കിൽ നടക്കൂല. നിങ്ങൾ ഒരാഴ്ചത്തെ വർക്ക് നിങ്ങൾ ആദ്യമേ നിങ്ങൾ ലെവലാക്കി വെക്കണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നിരന്തരം അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിത്തിരിക്കണം. ലേഡീസിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് കാര്യം അതാണ്. നിങ്ങൾ ഈ ലോകത്തില്ല എങ്കിലും നമ്മൾ ആശ്രയിച്ച് കഴിയുന്നവരൊക്കെ ജീവിക്കും. നമ്മളെ കൂടെ അവരങ്ങോട്ടൊന്നും പോരൂല. അതുകൊണ്ട് തന്നെ നമ്മളില്ലാതായാൽ തീരുന്നതല്ല ഈ ലോകം. നമ്മൾ ആശ്രയിച്ച് കഴിയുന്നവരും നമ്മളില്ലാതായാൽ ജീവിക്കാതെ ഇരിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ നാളെ അവർക്കും കൂടി ഉപകാരപ്പെട്ടതാണ് എന്നുള്ളൊരു ബോധം എല്ലാവർക്കും ഉണ്ടാവുക. കാരണം നമ്മുടേത് നോമിനേഷൻ ഫെസിലിറ്റി. ഞാൻ ഇന്ന് കഷ്ടപ്പെട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഞാനില്ലെങ്കിലും എൻ്റെ കുടുംബം എന്താവില്ല, മറ്റൊരാളെ മുന്നിൽ കൈ നീട്ടേണ്ട ആവശ്യം വരില്ല. കാരണം എൻ്റെ നോമിനി എൻ്റെ മകനാണ്. അവൻ എന്താണെങ്കിലും ബാക്കിയുള്ളവരെയും കൂടി അവൻ നോക്കൂ. അത് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ അവനും ഉണ്ട് ഐഡി, അവന്റെ താഴെയുള്ള ആൾക്കും ഉണ്ട് ഐഡി. എനിക്ക് 3 ആൺകുട്ടികളാണ്, 3 ആൾക്കും ഐഡി ഉണ്ട്.
ഈ മൂന്നാള്, ഒരാള് സിൽവറിലാണ്, ഒരാള് TC-യിലാണ്, ഒരാള് ZTC-യിലാണ്. എവിടുന്ന് കൊടുക്കാൻ പറ്റും നമുക്ക് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി? ഇത് ഫാമിലി ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ്. എനിക്കും എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും. എൻ്റെ മൂത്ത മകന് ഗൾഫിലാണുള്ളത്. അവന് വരുമാനമൊക്കെ കയറുന്ന സമയത്ത് അവൻ എന്നോട് ചോദിക്കുന്ന, അല്ലമ്മ ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ZTC ആവാനായിട്ടുണ്ട്, ഞാൻ ഇവിടെ നിൽക്കണോ? ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടേ ഞാൻ തിരിച്ചു പോരുന്നില്ല. ഞാൻ പറഞ്ഞു, അതൊക്കെ എൻ്റെ ഇഷ്ടം. ഞാൻ നിനക്ക് ജീവിക്കാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം മുതൽ മുടക്കൊന്നും ഇല്ലാതെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുതൽ മുടക്കൊന്നും ഇല്ലാതെ ഞാനൊരു ഐഡി ഇവിടെ അവൻ അടിച്ചിട്ടത് കൊണ്ട്, എൻ്റെ രണ്ടാമത്തെ മകൻ അതിൽ വർക്ക് ചെയ്യുന്നു. ഓൾറെഡി ഐഡി അടിച്ചിട്ടത് കൊണ്ട് തന്നെ പവറായി കിടക്കുന്നുണ്ടായിരുന്നു. 23 ലക്ഷം പവർ ഉണ്ടോ ഒരു ഭാഗത്ത്. അതിലിപ്പോ 15 ലക്ഷം കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ രണ്ടാമത്തെ മകനെ ഞാൻ അവിടേക്ക് വർക്കിന് ഇറക്കിയപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മൂത്ത ആൾക്ക് വരുമാനം കിട്ടി തുടങ്ങി. ഈ ബിസിനസ്സിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരുപാട് അവസരമുണ്ട്. നമ്മൾ മൈൻഡ്, നമ്മളെ ബുദ്ധി ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് കൊടുക്കുക, ആ ലെവലിലേക്കൊക്കെ. നിങ്ങളെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിങ്ങളെ വൈഫ് ഉണ്ടോ? ജെൻസ് ആണെ വൈഫ് ഉണ്ടോ? വൈഫാണെ ഹസ്ബൻഡ് ഉണ്ടോ? മക്കളുണ്ടോ? ആർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാൻ പറ്റും. പക്ഷെ തുടക്കത്തിലല്ല. നമ്മൾ ഇതിലേക്ക് കയറി നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ഐഡിയ അടിച്ച് അതിൽ പർച്ചേസ് ചെയ്യല്ല. അതിനൊരു ടൈമുണ്ട്. നമ്മുടെ വരുമാനമൊക്കെ കൂടുന്ന സമയത്ത് നമ്മളെ ഓർക്ക് വണ്ടിയിലും ട്യൂബിലും ഒക്കെ നമ്മളെ മക്കളെ ഐഡിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടും. ചില ആളുകൾ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും? എന്നെ ഭാര്യന്റെ ഐഡിയിലും ഭർത്താവിന്റെ ഐഡിയിലും മക്കളുടെ ഐഡിയിലും എല്ലാം അവിടെയും ഇവിടെ ആളെ കൊണ്ടുപോയിട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റൂല കേട്ടോ, നടത്താൻ പറ്റൂല. കാരണം നമുക്ക് 2 ഐഡി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടക്കത്തിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ കാണുന്നവരൊക്കെ കാരണം നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് എല്ലാവർക്കും വരുമാനം കിട്ടുമെന്ന് പറയുന്ന സമയത്ത് ചില ആളുകൾ ചിന്തിക്കുക എന്താ അറിയോ? എന്നാ പിന്നെ ഞാൻ എല്ലാ ഐഡിയിലും ഓരോരുത്തരെട്ടും ഞങ്ങൾ തുടങ്ങാം. ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളെ ബാക്കിയുള്ള ആളുകൾക്ക് അവര് സപ്പോർട്ടും കൂടെ നിങ്ങൾ വാങ്ങിയെടുത്തിട്ട് വേണം നിങ്ങൾ ഓരോന്നും ചെയ്തു കൊടുക്കാൻ. വെറുതെ കിട്ടുന്ന ഒന്നിനും വാല്യൂ ഉണ്ടാവില്ല. അത് എന്ത് കാര്യമായാലും. അപ്പൊ നമ്മളെ ഫാമിലിക്ക് ആയാൽ പോലും നമ്മൾ എല്ലായിടത്തും കഷ്ടപ്പെട്ടിട്ട് അവർക്കൂടെ വരുമാനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ആരാണോ നമ്മൾക്ക് വരുമാനം ആഗ്രഹിക്കുന്നത് അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി ഈ ബിസിനസ്സിലേക്ക് ഇറക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ബിസിനസ് ചെയ്യുക. ഏതായാലും നിങ്ങൾ എല്ലാവരും, ഇനി നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും വന്നു പെട്ടിട്ടുള്ളത് നല്ലൊരു അവസരത്തിലാണ്. അത് ഞാൻ നിങ്ങളോട് വളരെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഏറ്റവും നല്ലൊരു അവസരത്തിൽ. കാരണം ഇതിനേക്കാളും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാനും എൻജോയ് ചെയ്യാനും, അതേപോലെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, അതാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് അതാണ്. ഹെൽത്ത് വേണം, വെൽത്ത് വേണം, ഹാപ്പിനെസ് വേണം. അത് മൂന്നും ഇതിൽ നിന്ന് കിട്ടും. അത് നമ്മൾ ഏത് രീതിയിൽ ഇത് ഏറ്റെടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഇത് നമ്മൾ ഏറ്റെടുക്കുന്നതിനനുസരിച്ച് നമുക്കിത് കിട്ടും. എനിക്കിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സംഭവമാണോ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വരുമാനം കിട്ടണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങനെ വിചാരിച്ച് ഇതിൽ വന്നിട്ട് കാര്യമില്ല. ഇതിൽ നല്ല ക്ഷമ വേണം. തുടക്കത്തിൽ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് നമ്മൾ ഒരു ലെവലിലേക്ക് അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് വളരെ സ്മൂത്താണ്. പിന്നെ നമ്മൾ നമ്മളെ ടീമിന് വേണ്ട കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ 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 നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ലീഡർ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറാനുള്ള ഒരു ക്ഷമ നിങ്ങൾ ഇതിൽ കാണിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഉണ്ടാവുക. ആദ്യം എനിക്ക് പറയാനുള്ളത് അതാ. മൈ ലൈഫ് ബിസിനസ്സിലേക്ക് നിങ്ങൾ കയറി ഈ സൂമിൽ ഇരിക്കുന്ന എല്ലാവരും ഇനി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെങ്കിൽ, ഈ നിങ്ങളോട് ഇത് പറയാൻ വരുന്നതെങ്കിൽ, അന്നും നിങ്ങൾ ഇതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഈ ബിസിനസ്സിൽ പിടിച്ചു നിന്നാൽ ഒറ്റ ആള് പോലും രക്ഷപ്പെടാതിരുന്നിട്ടില്ല. ഞാൻ ആദ്യം ഈ ബിസിനസ്സിൽ വന്ന് 1.5 വർഷം മാറ്റിവെച്ചു. വീണ്ടും ഞാൻ തിരിച്ച് ഈ ബിസിനസ്സിലേക്ക് എത്തണമെങ്കിൽ ഞാൻ രക്ഷപ്പെടണമെന്ന് ആര് എഴുതി വെച്ചിട്ടുണ്ട്? മുകളിൽ ഇരിക്കുന്ന ഒരാൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ബിസിനസ്സിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ രണ്ടാമത് തിരിച്ചു വന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് അയ്യൂബ് സാർ എന്റെ വീട്ടിൽ വരുന്ന സമയത്ത് എന്റെ വീടിന്റെ നിലത്തിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. മാഡം സാർ എന്നോട് ചോദിച്ച കാര്യം, നമുക്ക് ഇതൊക്കെ റെഡിയാക്കണ്ട മാഡം ചോദിച്ചതാ. ഞാൻ പറഞ്ഞ നന്നാക്കണം. സാധാരണ നമ്മൾ ലേഡീസ് നന്നാക്കണം സാറേ, പക്ഷെ എങ്ങനെ അങ്ങനെ ഞാൻ എന്തായി, ഒരു പൈസയും കയ്യില്ലാത്ത സമയത്ത് ഞാൻ പോയിട്ട് ഇതിന്റെ ടൈലും കാര്യങ്ങളും എടുത്ത്. കാരണം എന്താണ്? നമ്മൾക്ക് കോൺഫിഡൻസ് തരാൻ നമ്മളെ കൂടെ ഒരു ലീഡർ ഉണ്ട്.
അല്ലേ? അതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും എന്നുള്ള ഒരു ബോധത്തോടെ എല്ലാം ക്ലിയർ ചെയ്തു, മുറ്റം വരെ കോൺക്രീറ്റ് ഇട്ടു. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളെ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്താലും അത് മറ്റുള്ളവർ അറിയൂല. വീടിന്റെ ആധാരം ബാങ്കിലായിരുന്നു, എടുത്തു കൊണ്ടുപോയി വെച്ചു, ആരും അറിയാൻ പോകുന്നില്ല. അറിയോ? നമ്മളെ വീടിന്റെ ആധാരം നമ്മൾ ബാങ്കിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചാല് നാട്ടുകാരറിയോ? അതേപോലെ നമ്മളെ വീട് ഇത്രയൊക്കെ നന്നാക്കി കഴിഞ്ഞാലും ഇതിലെ പോകുന്ന ആരെങ്കിലും ഒക്കെ കാണുമെന്നല്ലാതെ നമ്മളെ ഫുള്ളായിട്ടുള്ള നാട്ടുകാരറിയില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം? അച്ചീവ്മെന്റുകൾ വേണം. ഞാനൊരു ഫോൺ എടുത്താലോ ലാപ്പ് എടുത്താലോ ഒരു ബൈക്ക്, ഞാൻ ഓൾറെഡി ആദ്യം ബൈക്ക് ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ഒരു ബൈക്ക് എടുത്താലൊന്നും നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ഒരു അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കണം. ഒന്നുമില്ലാതെ ഒരു അച്ചീവ്മെന്റ് കാണിക്കാൻ നമുക്ക് പറ്റുമോ? ഒരിക്കലും ഇല്ല. അതിനനുസരിച്ച് നമുക്ക് വരുമാനം വേണം. ആ വരുമാനം ഉണ്ടാക്കി ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് അയ്യൂബ് സാർ അടുത്ത് പറയുന്ന കാര്യം, സാറേ എനിക്ക് കാറ് ബുക്ക് ചെയ്യണം. സാറ് പറഞ്ഞു ഇപ്പോഴോ? കാരണം രാവിലെ 6:30 7 മണിയായിട്ടേ ഉള്ളൂ. അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? എന്റെ നാട്ടിൽ ഒരാളോട് ബിസിനസ് പറഞ്ഞ സമയത്ത് അവര് പറഞ്ഞ കാര്യം, അവളൊക്കെ അതിന് കുറെ കാലമായല്ലോ ബിസിനസ് ചെയ്യൽ തുടങ്ങിയിട്ട്, എന്നിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് എന്റെ ഉള്ളിൽ എന്തായി? ഭയങ്കരമായിട്ട് ഒരു വിഷമം ഉണ്ടാക്കി. കാരണം ശരിയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എൻ്റെ കടങ്ങളൊക്കെ വീട്ടുന്നുണ്ട്, എല്ലാ അടവുകളും കാര്യങ്ങളൊക്കെ ഇതുവരെ കറക്റ്റ് ആയിട്ട് എല്ലാം പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും ആര് കാണൂല? നാട്ടുകാർ കാണൂല. നാട്ടുകാർക്ക് അച്ചീവ്മെന്റ് കാണുന്നെങ്കിൽ നമ്മൾക്ക് എന്ത് വേണോ? വേറെ എന്തെങ്കിലും അവര് കാണുന്ന ലെവലിലേക്ക് നമ്മൾ മാറണം. അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം കൊണ്ടാണ് അയ്യൂബ് അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞത് എനിക്ക് കാർ ഇറക്കണം. ആ കാർ ഇറക്കണം എന്ന് എനിക്ക് പറയണമെങ്കിൽ എനിക്ക് ഈ ബിസിനസ്സിൽ ഒരു കോൺഫിഡൻസ് കിട്ടണം. വേണ്ടേ? വരുമാനം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ എനിക്ക് വരുമാനം കിട്ടുന്നു, എനിക്ക് ടീം റെഡി ആണെന്നും എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ കാറ് ബുക്ക് ചെയ്തു. എന്നിട്ട് കാർ ഇറക്കി. സാധാരണ തുടക്കക്കാർ ഇറക്കുന്നത് കൂടിപ്പോയാൽ ഒരു 10 ലക്ഷത്തിന്റെ കാറായിരിക്കും, അല്ലേ? 10 അല്ലെ 5 8 ആ ലെവലിൽ 10 ലക്ഷത്തിന് താഴെയുള്ള കാറായിരിക്കും. പക്ഷെ ഞാൻ ഇറക്കിയത് 13 ലക്ഷത്തിന്റെ കാറാണ്. കിയ സോണറ്റ് എന്ന് പറയുന്ന 13 ലക്ഷത്തിന്. അന്ന് ഞങ്ങള് എന്റെ ലീഡർ ആയിട്ടുള്ള ഷായർ സാറും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഷായർ സാറ് മുന്നേ ഞാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കാർ ഇറക്കിയിട്ടുള്ളത്. ഇവിടെ അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നവും നമുക്കില്ല. ലീഡേഴ്സിനാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു അവർക്ക് അത്ര ഇഷ്ടമാണ് എല്ലാ കാര്യം. ഞാൻ ബൈക്കുമ്മ പോകുന്ന സമയത്ത് ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഞാൻ എങ്ങോട്ടാ പോകുന്നത് നോക്കിയിരിക്കുന്ന ആളുകൾ ഇന്ന് ഞാൻ കാറിൽ പോകുന്ന സമയത്തും അവരവിടെ തന്നെ ഉണ്ട്. അവർക്ക് പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇവർക്കൊന്നും ഒരു പണിയും ഇല്ലേന്ന്. കാരണം രാവിലെ തൊട്ട് നമ്മൾ പോകുന്ന സമയത്ത്, അന്നും ഒരു 4.5 വർഷം മുന്നേ പോകുന്ന സമയത്തോ ഇപ്പൊ പോകുന്ന സമയത്തോ അവരവിടെ തന്നെ ഉണ്ട്. ഒരു മാറ്റവും ഇല്ല. പ്രത്യേകിച്ച് ജെൻസ് ആണെന്ന് ഓർക്കണം. ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് പോലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവരൊക്കെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ അത് ഈ ഡയറക്ട് സെല്ലിംഗ് നിന്ന് മാത്രമേ കിട്ടൂ. സാധാരണ ജോലിയും കിട്ടും. ഞാനിപ്പോ ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ കൂടിപ്പോയ 7,000 കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ട്രാവൽസിൽ നിന്നാൽ 15,000 കിട്ടുമായിരിക്കും. അവിടെ നമുക്ക് എനിക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ? മാറി ചിന്തിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് കഷ്ടപ്പെടണം, നല്ല കഷ്ടപ്പാട് വേണം, എന്നിട്ട് നമ്മൾ വിജയിക്കണം. എന്നിട്ട് നമ്മളെ കളിയാക്കിയവരുടെ മുന്നിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? നെഞ്ചും വിരിച്ചു പോണം. അതാ വേണ്ടി. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ്. ഒരു 2 3 വർഷം നിങ്ങൾ നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്ക്. എന്ത് അച്ചീവ്മെന്റ് നിങ്ങൾ ഉണ്ടാക്കും. ഇപ്പോ നിങ്ങളുടെ മുന്നിൽ ഡയറി ഇല്ലേ? എഴുതി വെക്ക്. ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ എഴുതി വെക്ക്. ഇതാ ഇന്ന ഡേറ്റിന് അല്ലെങ്കിൽ 25 തീരുന്ന സമയത്ത് ഞാൻ എന്ത് അച്ചീവ് ചെയ്യും. എഴുതി വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങളെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെച്ച് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്. എഴുതി വെക്കുന്ന ഡെയിലി ആ പേജ് എടുത്ത് മറിച്ച് നോക്കണം. എന്നിട്ട് നിങ്ങൾ അതൊന്ന് അച്ചീവ് ചെയ്യും. എന്നിട്ട് അടുത്ത പ്രാവശ്യം ഞാൻ ഈ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം, മാഡം അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. എഴുതി വെക്ക്. നിങ്ങൾ ഇന്ന ഡേറ്റ് ഇട്ടിട്ട് ഒന്നും വലിയ സംഭവങ്ങൾ ഒന്നും വേണ്ട. ഓരോരുത്തരുടെ ബിസിനസിന്റെ ലെവൽ അനുസരിച്ച് നിങ്ങൾ എഴുതി വെക്ക്. ഫോൺ ആയിക്കോട്ടെ, സ്വർണ്ണ ആയിക്കോട്ടെ, വണ്ടി ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾക്ക് ആവശ്യമോ നിങ്ങൾ അത് എഴുതി വെക്ക്. എന്നിട്ട് ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇത്ര സമയത്തിന്റെ ഉള്ളിൽ ഡെയിലി എടുത്ത് മറിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ ചെയ്യും. അതേപോലെ ഞാൻ ഫസ്റ്റിൽ
നിങ്ങളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. റീപർച്ചേസ് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ടീമിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോ സാറേ 6:55 എന്ത് ചെയ്യണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. കാരണം നമ്മൾക്കൊക്കെ ജോലിക്ക് പോകേണ്ട ആളുകളാണ്. അപ്പൊ ഒരുപാട് സമയം നീട്ടിപ്പരത്തി പറഞ്ഞത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉൾക്കൊള്ളാനായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് പകർന്ന് കാണിക്കുക. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. നമ്മളൊക്കെ ഈ ലൈഫിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എല്ലാരെ പോലെയും ജീവിക്കാനാണെങ്കിൽ നമ്മൾ മൈലൈഫ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ വ്യത്യസ്തമായിട്ട് നല്ല അച്ചീവ്മെന്റോട് കൂടി നല്ല ഒരു ലൈഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും ഇതിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.